ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഗൈസ് നിങ്ങൾ ടൈറ്റിൽ കണ്ടുപോലെ തന്നെ നമ്മൾ ഇന്ന് ബുർജ് ഖലീഫയിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കിടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇപ്പോൾ ബുർജ് ഖലീഫയുടെ ഏരിയയിലേക്ക് പോകുന്ന ഒരു വഴിയിലെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ നിങ്ങൾ ദൂരെ കാണുന്നുണ്ടായിരിക്കും, അതാണ് ബുർജ് ഖലീഫ ഗൈസ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ബുർജ് ഖലീഫയിൽ കയറണം. പക്ഷേ ഇതുവരെ എൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റില്ല. ഞാൻ ദുബായിൽ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ തവണ നോട്ട് 8 ടൈംസൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് അതുപോലെ എപ്പോഴും ഞാൻ ഇവിടെ കാണാൻ വരും, ബുർജ് ഖലീഫയുടെ കൂടെ വരും. ബട്ട് ആ മാളിൽ കയറിയിട്ട് പോകും. ഞാൻ ഇതുവരെ ബുർജ് ഖലീഫയ്ക്ക് അകത്ത് എന്താണെന്നോ അതിൻ്റെ അത് കയറിയിട്ടില്ല. അപ്പോൾ അതെൻ്റെ ഒരു ബിഗ് ഡ്രീമായിരുന്നു ഗൈസ്. അത് ഒരിക്കലും സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ഗൈസ്. കാരണം ഞാനാണെങ്കിൽ 9 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 9 തവണ, വർഷമല്ല 9 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ബട്ട് എനിക്ക് കയറാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അതൊരു നടക്കാത്തൊരു സ്വപ്നമായിട്ട് തന്നെ അത് നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം നടക്കത്തില്ല, അതെന്തായാലും നടക്കില്ല. അതാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. ആ ഡ്രീമിൽ നിന്ന് ഞാൻ വിട്ട് കൊടുക്കില്ല ഗൈസ്. കാരണം ഇപ്പോഴും എൻ്റെ ചെറുതായിരുന്നപ്പോൾ പോലും എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വലുതായിട്ടാലും കയറും എന്ന് ഞാൻ ആ ഡ്രീമിൽ നിന്ന് വിട്ട് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മാളിൻ്റെ അകത്തു നിന്നാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. പുറത്തുനിന്ന് മാളിൽ നിന്ന് കയറി നമ്മൾ പുറത്തുനിന്നാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുന്നത് കൊള്ളാൻ കിട്ടി. ഇവിടെ ഒരു ഇത് ലെപ്പേർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലെപ്പേർഡുണ്ട്. അപ്പോൾ നമ്മൾ നേരെയാണെങ്കിൽ ഒരു ഐസ് സ്കേറ്റിംഗ് നടക്കുന്ന ഏരിയയിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ കുറേ പേര് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന പുതിയതായിട്ട് വന്ന അവർക്കൊക്കെ ആണെങ്കിൽ ഈ സ്കേറ്റിങ്ങിനൂടെ ഒരു അനിമലിൻ്റെ ഇതും കൂടെ കിട്ടും. പിന്നെ നിങ്ങൾ ഈ മോളിൽ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഗൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്രീനാണ്. അതിൻ്റെ നടുക്കൊരു ഹോട്ടലുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാളിൽ കൂടെ നേരം നടന്നതാണ്. ഫുള്ള് ഒരു ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. പ്ലസ് എല്ലാവരും ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും കാണിച്ചു കൊടുത്തേക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾ പോലത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നാം കാണേണ്ട ഒരു വാട്ടർഫാളാണ്. അതിൽ കുറേ ആൾക്കാർ ചാടുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നമുക്ക് അതിൻ്റെ അടുത്തൊന്നൊരു വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ. അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ നേരെ താഴോട്ട് വന്നു. രണ്ടല്ല കുറേ ആൾക്കാർ താഴോട്ട് ചാടുന്ന പോലെയാണ്. ഇവിടെ കുറച്ച് താഴോട്ട് പോകുന്നുണ്ട് ഒരു സൈഡിൽ. അത് അവരങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു സൈഡിൽ നേരെ കുറച്ചും കൂടെ താഴോട്ട് പോയിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും അതുപോലെ വരണം. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇതും കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ ആൾക്കാരിങ്ങനെ ഒരു വാട്ടർഫാൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ താഴെ ഷോപ്സൊക്കെ ഉണ്ട് വാട്ടർഫാളിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അവസാനം നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ വാട്ടർഫാളൊന്ന് കണ്ടോ. പിന്നെ ഗൈസ് എല്ലാവരും വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം അങ്ങ് ചെയ്തേക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ ഇത് തന്നെ സ്ലോ മോഷനിൽ ഈ വെള്ളം വന്ന് വീഴുന്നതാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ അതിലോട്ടൊന്ന് നോക്കി നോക്ക്. നിങ്ങൾക്കപ്പോൾ ഒരു കാര്യം അതിൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് തന്നെ, വേറെ കണ്ണൊന്നും അങ്ങോട്ട് മാറ്റല്, ശ്രദ്ധിച്ച് അതിൽ നോക്കി നോക്ക്. അതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കാം ഗൈസ്. പിന്നെ ഞാൻ ഈ വീഡിയോസിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് ഗൈസ് ഇടുന്നത്. പിന്നെ ഈ ബുർജ് ഖലീഫ വിസിറ്റിംഗ് വീഡിയോ ഇത് 2 or 3 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം വേറൊന്നുമില്ല, ഇതായിരിക്കും നമ്മുടെ ചാനലിൽ നമ്മൾ ഇടാൻ പോകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ. കാരണം ഇത് നമ്മൾ ഏകദേശം 2-3 മണിക്കൂറോളം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഒറ്റ വീഡിയോ നമുക്ക് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് ഈ ഒരു പാർട്ട് ഇറങ്ങി 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അടുത്ത പാർട്ട് വരും.
അപ്പോൾ ഗൈസ് പിന്നെ ഹാപ്പി ക്രിസ്മസ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ. അപ്പോൾ അടുത്ത 5 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. 5 4 3 2 1 യോ ഗൈസ്. അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അടുത്തൂടെ പോവുകയാണ്. ഇവിടെ കുറേ ഹോട്ടലൊക്കെ ഉണ്ട്, സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ആ മാളിൻ്റെ സെൻറ്ററിലുള്ള ഡെക്കറേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറേ നക്ഷത്രവും ലൈക്ക് സ്റ്റാർസ് ആൻഡ് മൂൺസൊക്കെ ഉള്ളവർ. ഇപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങി. ഈ ഒരു സാധനം കണ്ടു, ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഒരാൾ പോലത്തെ ഒരാൾ നടുക്കിരിപ്പുണ്ട്. ചുറ്റും എന്താ ജീവി പോലത്തെ സാധനം പോകുന്നു. എന്താ നിങ്ങൾക്ക് അറിയുന്നത് കമൻറ്റ്. ഈ ലൈറ്റ്സ് കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടി. മാളി വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടതിൽ. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെല്ലാം ചെയ്തേക്കാം. ബൈ.